ഇപ്പം ഞാൻ കല്യാണം കഴിച്ച് പാർവതി സിനിമയിൽ നിന്നും അഭിനയം നിർത്തി എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും ഞങ്ങൾക്ക് ഏറ്റവും നല്ല അഭിനേത്രിയാണ് നഷ്ടപ്പെട്ടത്, എത്ര എത്ര കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു, അങ്ങനെ ഇന്നേ വരെ ഒരാളും പറഞ്ഞിട്ടില്ല. എന്താ പറയുക അഭിനയിക്കാതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഏതെങ്കിലും വിഷ്വൽ മാധ്യമത്തിലോ അല്ലെങ്കിൽ വേറെ ഭാഷകളിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ പോലും മലയാളത്തിൽ ശരിക്കും മഞ്ജു വാര്യറാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. മഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ എത്ര ക്യാരക്ടേഴ്സ് കാണായിരുന്നു, മഞ്ജു ഉണ്ട്, എന്താ മഞ്ജു അഭിനയം നിർത്തിയത്, അങ്ങനെ ഒരുപാട് ഇന്ത്യയിലുള്ള പല ഭാഗത്തുള്ള ആൾക്കാർ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു കത്തെഴുതി പോസ്റ്റ് ചെയ്തു. എന്നിട്ട് വായിച്ചിട്ട് ദേഷ്യം പിടിച്ച പോലെ കീറിക്കളഞ്ഞു. നീ നിന്നെ മാത്രമല്ല വഞ്ചിച്ചേ, പെണ്ണുങ്ങളെ മുഴുവൻ വഞ്ചിച്ചു. നിന്റെ ശവം മാറ്റി പൊങ്ങിയ ആൾക്കാർ പുച്ഛത്തോടെ നോക്കൂ, ദുഃഖിക്കാൻ ആരും ഉണ്ടാവില്ല. ഇവക്ക് ഇങ്ങനെ തന്നെ വരണമെന്ന് പറയും. അത്രയ്ക്ക് നീ ദുഷിച്ചു, നാറി. നിന്നെ പോലുള്ളവരെ മുതലാളിമാർക്ക് വേണോടി. പക്ഷേ ഇന്നത്തോടെ അതും അവസാനിക്കണം. യുദ്ധം നിത്യത്തൊഴിലല്ലോ. യുദ്ധമില്ലാത്തപ്പോൾ നാട്ടിനു വേണ്ടി ദേഹാധ്വാനം. മടി പിടിച്ചിരിക്കുന്നവർക്ക് ഒരായാസം ഉണ്ടാവട്ടെ. തണൽ മരങ്ങളുടെ കാര്യം അത് ഗ്രാമമുഖ്യരെ വിളിച്ചു കൂട്ടുമ്പോ പറയാം. ശമ്പളക്കയറ്റവും പിന്നെ മതി. ഇനി എനിക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉദ്യോഗസ്ഥ പ്രമുഖരോട് സംസാരിക്കാനുണ്ട്.